റമദാനിൽ പള്ളികളിലെ നമസ്കാരം സംപ്രേക്ഷണം ചെയ്യരുത്. മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് സൗദി ഇസ്ലാമിക കാര്യ മന്ത്രാലയം. ബാങ്കിനും ഇഖാമത്തിനുമിടയിലുള്ള സമയം 15 മിനിറ്റായി നിജപ്പെടുത്തി. ഇസ്രായേലിന്റെ ഒരു നിലപാടും ഫലസ്തീനിനോടുള്ള പ്രതിബദ്ധതയെ ബാധിക്കില്ല. ഗസ എക്സിക്യൂട്ടീവിൽ ഖത്തറിന്റെ അംഗത്വത്തെ നിരാകരിച്ച ഇസ്രായേലിന്റെ മറുപടിയുമായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം. സലാലയ്ക്ക് സമീപം അറബിക്കടലിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.4 തീവ്രത രേഖപ്പെടുത്തി. ഇന്ന് പുലർച്ചെ 4:27 സംഭവം. സുഡാനിൽ അടിയന്തര വെടിനിർത്തൽ വേണം. ഐക്യരാഷ്ട്രസഭയിൽ നിലപാട് വ്യക്തമാക്കി ബഹ്റൈൻ. ഇത്തിഹാദ് പാസഞ്ചർ ട്രെയിനിന്റെ ആദ്യ റൂട്ട് പ്രഖ്യാപിച്ചു. അബുദാബി, ദുബായ്, ഫുജൈറ എന്നിവയെ ബന്ധിപ്പിച്ചാണ് റൂട്ട്. വാങ്ങിയത് ഐഫോണും വാച്ചും ഹെഡ്സെറ്റും, കിട്ടിയത് ഇരുമ്പ് കഷ്ണങ്ങൾ. കുവൈത്തിൽ ഇന്ത്യൻ പ്രവാസിയെ കബളിപ്പിച്ച് പ്രതി രാജ്യം വിട്ടു. പ്രവാസിക്ക് നഷ്ടമായത് 3838 ദിനാർ.